ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. സങ്കീർത്തകൻ എപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വാക്യമാണിത്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ ആവശ്യ നേരങ്ങളിലാണ്. പലപ്പോഴും ആവശ്യങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥനയും മറന്നുപോകും. വീണ്ടും നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ വീണ്ടും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്നാൽ സങ്കീർത്തകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. എപ്പോഴൊക്കെയാണ്? രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും 3 നേരങ്ങളിലും ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത് ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴാണ്. അത് പലപ്പോഴും നമ്മൾ രാവിലെയും കഴിക്കുന്നു, ഉച്ചയ്ക്കും കഴിക്കുന്നു, വൈകുന്നേരങ്ങളിലും കഴിക്കുന്നു. ശരീരത്തിൻ്റെ വിശപ്പ് മാറ്റാനും ക്ഷീണം മാറ്റാനും ശരീരത്തെ ഊർജ്ജസ്വലമാക്കാനും നമുക്ക് ആഹാരം ആവശ്യമാണ്. ഇതുപോലെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. നമ്മൾ ആഹാരം എപ്പോഴൊക്കെ കഴിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥന മുടങ്ങാതെ നമ്മൾ ചെയ്യേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് ദാനിയേലിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അവൻ ജെറുസലേമിന് നേരെ തുറന്നു കിടന്നിരുന്ന വാതിലിന് നേരെ ദിവസവും 3 നേരം മുട്ടുമേൽ വീണ് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ശ്വാസോച്ഛ്വാസം പോലെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതായി മാറുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ അപകടങ്ങളിൽ പെട്ട് കഴിയുമ്പോഴോ രോഗാവസ്ഥകളിൽ ആയി കഴിയുമ്പോഴോ നഷ്ടപ്പെട്ടു കഴിയുമ്പോഴോ ദുരിതങ്ങളും ദുഃഖങ്ങളും കെടുതികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്താറുള്ളത്. എന്നാൽ സങ്കീർത്തകാരൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് എങ്ങനെയാണ്? രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയുമെന്നാണ്. എല്ലാ സമയങ്ങളിലും പ്രാർത്ഥന നിരതരായിരിക്കുന്നവരുടെ ജീവിതമാണ് എപ്പോഴും സന്തോഷവും സമാധാനവും ഉള്ളതായി തീരുന്നത്. പലപ്പോഴും ആവശ്യ നേരത്ത് മാത്രം ദൈവത്തെ സമീപിക്കുന്നവരാകാതെ എപ്പോഴും പ്രാർത്ഥന നിരതരായിരിക്കുക. അങ്ങനെയുള്ളവരുടെ ജീവിതം സന്തോഷവും സമാധാനവുമുള്ളവരായിരിക്കും. സ്നേഹമുള്ളവരെ, ഓർക്കുക, സങ്കീർത്തകൻ പറഞ്ഞത് 3 നേരം, രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.